ഇന്ന് കളമശ്ശേരി അല്ലെങ്കിൽ കൊച്ചി സിറ്റിയിൽ പ്രത്യേകിച്ചും ലഭിച്ചത് ഒരു മണിക്കൂർ കൊണ്ട് ഒരു 10 സെൻറ്റിമീറ്റർ വരെയുള്ള മഴയുടെ തോതാണ് ലഭിച്ചത്. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു മണിക്കൂറിൽ 10 സെൻറ്റിമീറ്റർ മഴ ലഭിക്കുന്ന സാഹചര്യത്തെയാണ് പൊതുവെ മേഘവിസ്ഫോടനം എന്ന് പറയുന്നത്. യഥാർത്ഥത്തിൽ നമ്മൾ ഒരു ലഘു മേഘവിസ്ഫോടനങ്ങളെന്നൊക്കെയാണ് കഴിഞ്ഞ കാലഘട്ടങ്ങളിൽ പറഞ്ഞതെങ്കിലും കൊച്ചിയിൽ അക്ഷരാർത്ഥത്തിൽ ഇന്ന് ലഭിച്ചത് ഒരു മേഘവിസ്ഫോടനത്തിന് തോതിലുള്ള മഴയാണ്. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കുസാറ്റിൻ്റെ ഒരു കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രമുണ്ട്, AWS ഓട്ടോമാറ്റിക് വെതർ സ്റ്റേഷൻ. അവിടെ റെയിൻ ഗേജിൽ രേഖപ്പെടുത്തിയത് രാവിലെ 9:05 മുതൽ 10:05 വരെ 103 മില്ലിമീറ്റർ മഴയാണ്. ഏകദേശം 10 സെൻറ്റിമീറ്ററിന് മുകളിൽ മഴ രേഖപ്പെടുത്തിയിട്ടുണ്ട്. അതോടൊപ്പം തന്നെ കളമശ്ശേരിയിലെ IMDയുടെ AWS സ്റ്റേഷനിലും ഏകദേശം 94.5 മില്ലിമീറ്റർ മഴയാണ് രേഖപ്പെടുത്തിയത്. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ പ്രദേശത്ത് ലഭിച്ചത് മേഘവിസ്ഫോടനത്തിൻ്റെ തോതിലുള്ള മഴ തന്നെ ആണെന്നുള്ളതാണ് അതിൽ നിന്ന് മനസ്സിലാക്കേണ്ടത്. അത് മഴയുടെ അളവ് മാത്രമല്ല, കളമശ്ശേരിയിൽ 2018-ലും 19-ലും 20-ലും ഒന്നും വെള്ളം കയറാത്ത, എന്നാൽ വെള്ളപ്പൊക്ക സാധ്യത പോലും ഇല്ലാത്ത സ്ഥലങ്ങളിൽ ഒറ്റ മണിക്കൂർ കൊണ്ട് ഒരു മീറ്റർ വരെ വെള്ളം പൊങ്ങി എന്നുള്ളതാണ്. അപ്പോൾ ഇത് ചുരുങ്ങിയ കാലയളവിൽ ലഭിച്ച അതിശക്തമായിട്ടുള്ള മഴയുടെ പാർട്ടായിട്ട് സംഭവിച്ചതാണ്. അതിനെ നമുക്ക് മേഘവിസ്ഫോടനം, ഇതുവരെ നമ്മൾ ലഘുമേഘവിസ്ഫോടനങ്ങൾ എന്നൊക്കെയാണ് പറഞ്ഞു കേട്ടുകൊണ്ടിരുന്നത്. പക്ഷേ ഇത് ഒരു മേഘവിസ്ഫോടനത്തിൻ്റെ ഗണത്തിൽപ്പെടുത്താവുന്ന മഴയാണ് ഇന്ന് പ്രത്യേകിച്ചും കൊച്ചിൻ സിറ്റിയും കളമശ്ശേരിയും കേന്ദ്രീകരിച്ച് നമുക്ക് ലഭിച്ചത്. ഇതിന് കാരണം എന്ന് പറയുന്നത് തമിഴ്നാട് തീരത്ത് ഒരു ചക്രവാത ചുഴി നിലനിൽക്കുന്നുണ്ട്. അതോടൊപ്പം തന്നെ നമുക്കറിയാം റെമൽ ചുഴലിക്കാറ്റ് ബംഗാളിൽ കടന്നിട്ട് അത് തീവ്രത കുറഞ്ഞ് ന്യൂനമർദ്ദമായിട്ട് മാറിയിട്ടുണ്ട്. എങ്കിൽ പോലും അതിൻ്റെ ഒരു പ്രഭാവത്തിൽ നമ്മുടെ പടിഞ്ഞാറൻ തീരത്ത് അല്ലെങ്കിൽ കടലിലുണ്ടായിരുന്ന മേഘങ്ങളെയും നീരാവിയെയും മറ്റും കരയിലേക്ക് കൂടുതൽ അടുപ്പിക്കുന്ന തരത്തിലുള്ള കാറ്റിൻ്റെ ഒരു പാറ്റേൺ ഉണ്ടായിരുന്നു രാവിലെ മുതൽ. അപ്പോൾ അതുകൊണ്ട് ആണ് പ്രത്യേകിച്ചും പ്രീ മൺസൂൺ സമയത്ത് നമുക്ക് ലഭിക്കുന്നത് ഇത്തരം കൂമ്പാര മേഘങ്ങളുടെ നിന്നുള്ള അതിശക്തമായിട്ടുള്ള മഴയും അതോടൊപ്പം തന്നെ ഇടിമിന്നലുമൊക്കെയാണ്. പക്ഷേ അതിൻ്റെ ഒരു പ്രശ്നം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതൊരു 15 മിനിറ്റ് 20 മിനിറ്റ് വരെ നീണ്ടു നിൽക്കുകയുള്ളൂ. നമുക്കറിയാവുന്ന കാര്യമാണ് ഈ ഇടിമിന്നൽ മേഘങ്ങൾ ഉണ്ടായാൽ അത് മേഘങ്ങൾ. ഡോക്ടർ അഭിഷേക്, സമയത്തിന്റെ പരിമിതി ഉള്ളതുകൊണ്ടാണ് ഡോക്ടർ അഭിലാഷ്, ഇത് വരാൻ പോകുന്ന കാലവർഷത്തിലും സമാനമായ മേഘസ്ഫോടനങ്ങൾ നമ്മൾ പ്രതീക്ഷിക്കേണ്ടതുണ്ടോ? നമ്മൾ കഴിഞ്ഞ ഒരു 18 ശേഷം 19, 20, 21 കാലയളവിലൊക്കെ നമ്മൾ കണ്ടുവരുന്നത് ഇപ്പം നമ്മൾ മേഘവിസ്ഫോടനം എന്ന് പറയുമ്പോൾ എല്ലാ ദിവസവും മേഘവിസ്ഫോടനം ഉണ്ടാകണമെന്നുള്ളതല്ല. പ്രത്യേകിച്ചും കാലവർഷ സമയത്ത് അതിനുള്ള സാധ്യത വളരെ കുറവാണ്. പക്ഷേ കാലവർഷ സമയത്തും കണ്ടുവരുന്നത് ഞങ്ങളുടെ കുസാറ്റിൻ്റെ തന്നെ പല പഠനങ്ങളും ഈ 2019 ശേഷം വന്നിട്ടുള്ള പഠനങ്ങളും കാണുന്നത് തെക്ക് കിഴക്കൻ അറബിക്കടൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കേരളത്തിന് വെളിയിലുള്ള അറബിക്കടലിൽ ഉണ്ടാകുന്ന മേഘരൂപീകരണം അത് പലപ്പോഴും കൂമ്പാര മേഘങ്ങളായിട്ട് മാറിക്കൊണ്ടിരിക്കുകയാണ്. അത് കഴിഞ്ഞ 22-ാം തീയതി കേരളം മഴ പ്രതീക്ഷിക്കുന്നുണ്ട്. നമ്മളെന്ന കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രവും അറിയിക്കുന്നുണ്ട്.